ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിന് മുമ്പുള്ള വീടൊക്കെ ഒന്ന് വൃത്തിയാക്കലാണ്, അതായത് ഡീപ്പ് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞൊന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ഇന്ന് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഞാൻ 2 റൂം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഫ്രണ്ടിലത്തെ ഹോളും പിന്നെ ഒരു ബെഡ്റൂമും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ റൂമും ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറലടിക്കാൻ പോവാണ്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യണം, പക്ഷേ ഫാനിൻ്റെ അവിടേക്ക് എനിക്ക് എത്തില്ല. ഞാൻ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞു പൊടിഞ്ഞ് താഴ്ത്തി വീഴും. അപ്പോൾ ഓണായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് മിക്കത് ചെയ്തു തരാറ് ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ആൾ ഇവിടെ ഇല്ല. അത് കാരണം ഞാൻ ഫാൻ അവിടെ വെച്ച് ബാക്കിയുള്ള മുകളിലത്തെ മാറാലും ഒക്കെ അടിച്ച് കളയാൻ നോക്കുകയാണ്. ഡൈനിങ് ടേബിൾ മേലൊക്കെ ഇരുന്നിരുന്ന പേപ്പറും അതുപോലെ തന്നെ ടീപ്പോയ് മേലും പേപ്പറും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇരുന്നിരുന്നു. അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. അതിന് ശേഷമാണ് മാറാല തട്ടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ആകെ എല്ലാവർക്കും അതുമേലേക്കൊക്കെ ആവില്ല. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ വീടല്ല, ഫ്ലാറ്റാണ്, ഡബിൾ ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ഇവിടെ ഷോക്കേസ് അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല, ചമരുമ്പോൾ തന്നെ അങ്ങനെ അളമാരി പോലെയൊക്കെ പണിതിട്ട് അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ മുകളിൽ നമുക്ക് വെക്കാൻ ഇങ്ങനെ മുകളിൽ വെക്കില്ല റാക്ക്, അതുപോലത്തെ റാക്കുകളുണ്ട്. അപ്പോൾ സ്റ്റാൻഡുമ്മലൊക്കെ നന്നായി പൊടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായി അവിടെ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ടി വിയുടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ വലിച്ചിട്ടതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. കുറച്ച് വയറുകൾ ഇങ്ങനെ ഞാൻ എടുക്കില്ല, അപ്പോൾ അതുമ്മലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ടി വിയൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വെറുതെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഉണങ്ങിയ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഒന്ന് തുടച്ചു കൊടുക്കണത്. നനഞ്ഞതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രോഫീസൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ അത് മോനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തോളും. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളെ സ്പീക്കറാണ്, സ്പീക്കർ ഇതില്ലേ, അത് ഞാൻ ഒന്ന് പൊടിയൊക്കെ തട്ടി നന്നായി ഒന്ന് തുടച്ചെടുത്തു. അതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് തുടച്ചു കൊടുക്കണം. അപ്പോൾ ക്ലോക്ക് അത് തുടച്ചു കൊടുക്കുക. പിന്നെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു കൊടുത്തു, അതും വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ചുമരുമ്പടിച്ചൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പൊടി ഇതൊന്നും വീഴില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് ലൈറ്റ് വരുന്നും പോണ കാരണം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് വെച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒന്ന് ഇരുണ്ടിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി ജനലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജനലിലൊന്നും അധികം പൊടിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുണികളൊക്കെ തോരയിടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അധികം അഴുക്കൊന്നും ജനലുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ജനലിൻ്റെ കമ്പികൾ തന്നെ കുറച്ച് വലിയ കമ്പികളാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്കധികം പണിയില്ല, പെട്ടെന്ന് തന്നെ തുടച്ചിട്ട് എടുക്കാൻ പറ്റും. ഇനി സോഫ മേലത്തൊക്കെ കുഷി എടുത്ത് മാറ്റിയിട്ട് സോഫ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്ക് സൈഡിലൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കളഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ഉണ്ട് ഇങ്ങനെ സോഫയൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി അതിൻ്റെ സൈഡൊക്കെ നീക്കിയിട്ട് അടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓണം അതുപോലെ തന്നെ വിഷുവിന് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ചില ഇടയ്ക്ക് വല്ലപ്പോഴും ടൈം കിട്ടുമ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി കുഷ്യനൊക്കെ അതിൻ്റെ കവറുകളൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കവറുകളൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കുഷ്യൻ്റെ കവറൊക്കെ മാറ്റി കൊടുത്തു. ഇനി അത് കഴുകണം. അപ്പോൾ ഇന്ന് കഴുകാടാൻ പറ്റില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യാണ്. അപ്പോൾ ബാക്കി തുണികളൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ ചെയർ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മേശയും ടിപ്പോയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അതുപോലെ തന്നെ വിനാഗിരിയും കൂടിയിട്ടുള്ള മിക്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഇനി ചവിട്ടികളൊക്കെ ഉള്ളത് കഴുകാൻ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ അതിന് ശേഷം അടിച്ചു വരിക, തുടയ്ക്കുക. അതാണ് ഈ റൂമിലുള്ള ചെയ്യാനുള്ള ബാക്കി പണികളൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഉള്ളിലത്തെ. പിന്നെ നമ്മൾ വാതിൽ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ വാതിലെല്ലാം കൂടിയിട്ട് ഒരു ദിവസം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാതിൽ ക്ലീൻ ചെയ്യാതിരുന്നത്. അതുപോലെ ഫാനും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും നീക്കിയിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം എല്ലാവരും തുടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ചിലപ്പോൾ ടൈം കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് 2 റൂം ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൂം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു റൂമിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ആ റൂമിലത്തെ ആകെ വലിച്ചിടും, ഈ റൂമിലത്തെ ആകെ വലിച്ചിടും, ആ നേരത്ത് വല്ലവരും കയറി വരും, അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ്. എനിക്ക് മൊത്തം ആകെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിലത്തെ കൂടി വലിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ കിടക്കണ കാണുമ്പോൾ ഒരു എന്താ പറയുക, റൂം മൊത്തം അലങ്കോലപ്പെട്ടു കിടക്കണ റൂമല്ല ഫുള്ള്. അത് ഈ വീഡിയോ വന്നതിന് ശേഷമല്ല, ഈ വീഡിയോ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു. എന്താ വെച്ചെങ്കിൽ ആദ്യം ഒക്കെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുള്ള കാരണം. പക്ഷേ പഴയ വീട്ടിലുള്ളപ്പോൾ സ്ഥിരം തന്നെയാണ് പണി. അവിടുന്ന് വലിച്ചിട്ട് അവിടെയാണെന്ന് വെച്ചെങ്കിൽ ആകെ 3, അതായത് ഒരു ബെഡ്റൂമും ഒരു കിച്ചൺ, ഒരു അങ്ങനെ 3 റൂമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകെ മൊത്തം അവിടെ ആര് വന്നാലോ ഏതെങ്കിലും ദിവസം ഞാൻ ഒക്കെ വലിച്ചിടുന്ന ദിവസം ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോ റൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം, കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഹോളിലത്തെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഓണം കുറച്ചും കൂടി നാളുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടി വെറുതെ എല്ലാവരും ഒന്ന് പൊടി തട്ടി ഒന്ന് എടുക്കേണ്ടി വരും. എന്നാലും ഒരുവിധം എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ആണ്. അപ്പോൾ ബെഡ്റൂമിൽ ഇതുപോലെ ഒരു മേശുണ്ട്. അപ്പോൾ അത് എൻ്റെ മുകളൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ മാറാലും ഇതൊക്കെ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പഴയ നമ്മൾ വിരിച്ചിട്ടുള്ള ഷീറ്റ് അങ്ങനെ വിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് മാറാലടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും ക്ലീൻ ആക്കി എൻ്റെ മുകളിൽ വീഴില്ല കേട്ടോ. അപ്പോൾ മുകളിൽ ക്ലീൻ ആക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ തുണികളൊക്കെ കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ മാറാലടിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെച്ചാൽ അതിലൊക്കെ പൊടി വീഴാനും പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റൊക്കെ അതിലിട്ടിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോയി കളയാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മാറാലടിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ വന്നു. അപ്പോൾ അവന് മാറാലടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ ഇഷ്ടമാട്ടോ. അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്യില്ലേ, നമ്മൾ ഇതൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ പൊടിയൊക്കെ ഉള്ള കാരണം അവരങ്ങനെ അടുപ്പിക്കില്ല ഈ ഡീപ്പ് ക്ലീൻ ചെയ്യണ നേരത്ത്. എന്നാലും അവർ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇനി അളമാരിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ബെഡ് നീക്കിയിട്ട് ബെഡിൻ്റെ ചുവടും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട്, അപ്പോൾ കാർഡ്ബോർഡ് മിക്സിൽ ഞാൻ കുട്ടികളുടെ സാധനങ്ങളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ബെഡിൻ്റെ അടിയിലാക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നീക്കി വെച്ചിട്ട് അവിടെയും ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. ഓണത്തിന് മുമ്പുള്ള വീട് ഒന്ന് ക്ലീൻ ചെയ്യുന്ന റുട്ടീൻ കാണിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.